സുഹൃത്തുക്കളെ, വീണ്ടും സ്വാഗതം. എന്തുകൊണ്ട് വെറും 33 വർഷം? യേശു ദൈവപുത്രനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് 40ഓ 50ഓ വയസ്സ് വരെ ജീവിച്ചുകൂടാ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം മരിച്ചതെന്ന് നാം പറയുന്നു. അത് സത്യമാണ്. എന്നാൽ അത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു രഹസ്യ കൗണ്ട് ഡൗൺ ഒളിഞ്ഞിരിപ്പുണ്ട്. ബെത്ലഹേമിൽ യേശു ജനിച്ച രാത്രിയിൽ ആ ഘടികാരം ചലിക്കാൻ തുടങ്ങി. ഒടുവിൽ പെസഹ പെരുന്നാളിൽ സമയം 0-ലെത്തിയപ്പോൾ അത് അവസാനിച്ചു. ആ തീയതി തെറ്റായിരുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി തന്നെ തകരുമായിരുന്നു. എന്നാൽ അത് കൃത്യമായിരുന്നു. ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച കൃത്യത. ഈ കഥയുടെ അവസാനം നിങ്ങൾ തിരിച്ചറിയും 33 എന്നതൊരു ദുരന്തമായിരുന്നില്ല, മറിച്ച് കൃത്യമായൊരു ടൈമിംഗ് ആയിരുന്നു എന്ന്. മാത്രമല്ല, ആ സമയം ഇന്ന് നിങ്ങളുടെ ജീവിതത്തോടും സംസാരിക്കുന്നുണ്ട് എന്നും. ഭൂരിഭാഗം ആളുകളും ചോദിക്കാത്തൊരു കാര്യമുണ്ട്. യേശു എന്തുകൊണ്ട് ഇത്ര ഹൃസ്യമായൊരു ജീവിതം നയിച്ചു? വെറും 3 വർഷത്തെ പരസ്യ ശുശ്രൂഷ. അത് കഴിഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചു. എന്തുകൊണ്ട് 10 വർഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല? പക്ഷേ പലരും കാണാതെ പോകുന്ന സത്യം ഇതാണ്. യേശുവിന്റെ ജീവിതം മനുഷ്യരുടെ തിന്മ കൊണ്ട് പാതി വഴിയിൽ മുറിഞ്ഞു പോയതല്ല, മറിച്ച് ദൈവത്തിന്റെ രൂപരേഖ പ്രകാരം കൃത്യസമയത്ത് പൂർത്തിയായതാണ്. മാലാഖമാർ ഇടയന്മാരോട് യേശുവിന്റെ ജനനം അറിയിച്ചപ്പോൾ തന്നെ സ്വർഗത്തിലെ ഘടികാരം ടിക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇത് യാദൃച്ഛികമായിരുന്നില്ല, കാലത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ട ദൈവിക പദ്ധതിയായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രവചനമുണ്ട്. അത് 70 ആഴ്ചകളെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ അത് ദിവസങ്ങളുടെ ആഴ്ചകളല്ല, വർഷങ്ങളുടെ ആഴ്ചകളാണ്. വേദപണ്ഡിതന്മാർ അത് പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്നൊരു കാര്യം കണ്ടെത്തി. യെരുശലേം പണിയുവാനുള്ള കൽപ്പന പുറപ്പെട്ട സമയം മുതൽ എണ്ണിയാൽ കൃത്യം യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ നാം എത്തിച്ചേരും. എന്നാൽ ഇതിലും അത്ഭുതകരമായ മറ്റൊരു കാര്യമുണ്ട്. മിശിഹ എപ്പോൾ ഛേദിക്കപ്പെടുമെന്ന് ഈ പ്രവചനം കൃത്യമായി പറയുന്നു. 70-ാമത്തെ ആഴ്ചയുടെ മധ്യത്തിൽ മിശിഹ ഛേദിക്കപ്പെടും. അതായത് അന്ത്യകാല ദൗത്യം തുടങ്ങി 3.5 വർഷത്തിനു ശേഷം യേശു തന്റെ 30-ാം വയസ്സിലാണ് പരസ്യ ശുശ്രൂഷ തുടങ്ങിയത്. അതിനോട് 3.5 വർഷം കൂട്ടിയാൽ 33.5 വയസ്സ്. ക്രൂശിൽ മരിക്കുമ്പോൾ യേശുവിന്റെ പ്രായം കൃത്യം ഇതായിരുന്നു. ദാനിയേലിന്റെ പ്രവചനത്തിന് അപ്പുറം 33 എന്ന സംഖ്യ വചനത്തിൽ ഉടനീളം കാണാം. ദാവീദ് രാജാവ് യെരുശലേമിൽ ഭരണം നടത്തിയത് കൃത്യം 33 വർഷമാണ്. അതേ യെരുശലേമിലാണ് യേശു 33-ാം വയസ്സിൽ മരിച്ചത്. യാക്കോബിന്റെ മകനായ യോസെഫ് തന്റെ അധികാരത്തിന്റെ ഉന്നതിയിലെത്തിയത് 33-ാം വയസ്സിലാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു. ബൈബിളിൽ 3 എന്ന സംഖ്യ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. യേശുവിന്റെ ജീവിതം കൃത്യമായി വിഭജിക്കപ്പെട്ടിരുന്നു. 33 വർഷത്തെ ഒരുക്കം, 3 വർഷത്തെ ശുശ്രൂഷ. പക്ഷേ എന്തുകൊണ്ട് 3 വർഷം? എന്തുകൊണ്ട് 4 അല്ലെങ്കിൽ 5? ഇവിടെയാണ് പഴയ നിയമത്തിൽ ഒരു രഹസ്യം ചുരുളൊഴിയുന്നത്. ലേവ്യ പുസ്തകം 19-ാം അധ്യായ പ്രകാരം നിങ്ങളൊരു ഫലവൃക്ഷം നട്ടാൽ ആദ്യത്തെ 3 വർഷം അതിന്റെ ഫലം ഭക്ഷിക്കാൻ പാടില്ല. എന്നാൽ 4-ാം വർഷം അതിന്റെ ഫലം മുഴുവനും ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. ഇത് ശ്രദ്ധിക്കുക. യേശു 30-ൽ തുടങ്ങി 33-ൽ തന്റെ ശുശ്രൂഷയുടെ 4-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. ആ പുരാതന നിയമപ്രകാരം 4-ാം വർഷം അവൻ തന്നെ പിതാവിന് പൂർണ്ണമായി സമർപ്പിക്കേണ്ടിയിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാർഷിക നിയമങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു നിബന്ധനയായിരുന്നു ഇത്. കൂടാതെ ബലി കഴിക്കുന്ന കുഞ്ഞാടിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് അധികം പ്രായം കുറഞ്ഞതോ കൂടിയതോ ആകാൻ പാടില്ല. അത് അതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഉന്നതിയിലായിരിക്കണം. യഹൂദ സംസ്കാരത്തിൽ 33 വയസ്സ് എന്നത് ഒരു പുരുഷന്റെ ശക്തിയുടെ ഉന്നതിയാണ്. യേശു ക്രൂശിലേക്ക് പോയത് ഒരു വൃദ്ധനായിട്ടല്ല, മറിച്ച് തന്റെ ശക്തിയുടെയും തേജസ്സിന്റെയും പൂർണ്ണതയിലാണ്. യേശു ജനിച്ചപ്പോൾ മുതൽ ഇരുണ്ട ശക്തികൾ ആ കൗണ്ട് ഡൗൺ തടയാൻ ശ്രമിച്ചു. ഹെരോദാവ് കുഞ്ഞുങ്ങളെ കൊന്നു. നസ്രത്തുകാർ അവനെ മലയിൽ നിന്ന് തള്ളിയിടാൻ നോക്കി. കടലിലെ കാറ്റവനെ മുക്കാൻ ശ്രമിച്ചു. പക്ഷേ സത്യം ഇതാണ്, നിശ്ചയിക്കപ്പെട്ട സമയമാകാതെ യേശുവിനെ തൊടാൻ ആർക്കും കഴിയുമായിരുന്നില്ല. സമയം 0-ലെത്തുന്നതുവരെ എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെട്ടു. ആ സമയം എപ്പോഴായിരുന്നു? 33 അല്ല, 35 അല്ല, കൃത്യം 33.5. തന്റെ അവസാന നാളുകളിൽ യേശു എന്തുകൊണ്ട് പരീശന്മാരെ പരസ്യമായി വെല്ലുവിളിച്ചു എന്ന് ചരിത്രകാരന്മാർ ചോദിക്കാറുണ്ട്. ഉത്തരം ലളിതമാണ്. അവൻ ആ പ്രവചന സമയത്തോട് മത്സരിക്കുകയായിരുന്നു. ദാവീദിനെപ്പോലെ 30-ൽ തുടങ്ങണം. ദാനിയേൽ പ്രവചിച്ചതുപോലെ 3.5 വർഷം ശുശ്രൂഷിക്കണം. പെസഹ കുഞ്ഞാടിനെപ്പോലെ കൃത്യസമയത്ത് യാഗമാകണം. ഇതിൽ ഒരെണ്ണമെങ്കിലും തെറ്റിയാൽ എല്ലാം തകരുമായിരുന്നു. യേശു മരിച്ചത് വെറുമൊരു ദിവസമല്ല. പുറപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനെ തിരഞ്ഞെടുത്ത് പരിശോധിച്ച് കൃത്യസമയത്ത് അറക്കുന്നൊരു രീതിയുണ്ട്. യേശുവും വിചാരണകളിലൂടെ പരിശോധിക്കപ്പെട്ടു ഒടുവിൽ കുറ്റമില്ലാത്തവനായി ദൈവത്തിന്റെ കുഞ്ഞാടായി യാഗമായി.
യേശുവിന് വേണമെങ്കിൽ 20 വർഷം കൂടി ജീവിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പുരാതന പ്രവചനങ്ങൾ നിറവേറാതെ പോകുമായിരുന്നു. രക്ഷാകാര പദ്ധതിക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. അത് അവൻ്റെ 33-ാം വയസ്സിൽ വസന്തകാലത്ത് തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ ഉത്സവങ്ങളായ പെസക, പുളിപ്പില്ലാത്ത അപ്പം, ആദ്യഫലം, പെന്തക്കോസ് ഇവ വെറും ആഘോഷങ്ങളല്ല, അവ പ്രവചനങ്ങളായിരുന്നു. യേശു അത് ഓരോന്നും കൃത്യമായി പാലിച്ചു. പെസകയിൽ മരിച്ചു, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ കല്ലറയിൽ കിടന്നു, ആദ്യഫല പെരുന്നാളിൽ ഉയർത്തെഴുന്നേറ്റു, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഗുണം. അതെങ്ങനെ ഗുണമാകും? കാരണം യേശു കൃത്യസമയത്ത് പോയാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ വരാൻ കഴിയൂ. 33 വർഷം കൊണ്ട് യേശു തൻ്റെ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. വെറും മീൻപിടുത്തക്കാർ. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ അവർ തയ്യാറായിരുന്നു. യേശുവിൻ്റെ ജീവിതം ഒരു ഉൽക്കയെ പോലായിരുന്നു. ഹ്രസ്വമെങ്കിലും അത് ഉജ്ജ്വലമായിരുന്നു. 33 വർഷം കൊണ്ട് അവൻ 300-ലധികം പ്രവചനങ്ങൾ നിവർത്തിച്ചു. പഴയ ഉടമ്പടി പൂർത്തിയാക്കി. ഇവിടെയാണ് സന്ദേശം വ്യക്തിപരമായി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. യേശുവിൻ്റെ ജീവിതം ദൈവം കൃത്യം വർഷം വരെ പ്ലാൻ ചെയ്തുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അവൻ കണക്കാക്കിയിട്ടില്ലേ? സങ്കീർത്തനം 139 പറയുന്നു, എൻ്റെ ദിവസങ്ങൾ ഉണ്ടാകും മുമ്പേ ഞാൻ നിന്നെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. യേശു ചെറുപ്പത്തിൽ മരിച്ചതല്ല, അവൻ കൃത്യസമയത്ത് മരിച്ചതാണ്. നിങ്ങളുടെ ജീവിതം എത്ര വലുതാണ് എന്നതിലല്ല കാര്യം, ദൈവം തന്ന ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടോ എന്നതാണ് പ്രാധാന്യം. യേശുവിനെ പോലെ അവസാന നിമിഷം സകലവും നിവൃത്തിയായി എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശുവിൻ്റെ 33 വർഷം ഒരു ദുരന്തമായിരുന്നില്ല, അത് ചരിത്രത്തിലെ ഏറ്റവും കൃത്യമായ ദൗത്യമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിനും അതേ സാധ്യതയുണ്ട്. സമയം കുറയുകയാണ്. ബാക്കിയുള്ള സമയം കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യും? ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. ഉണർന്നിരിക്കുക, അറിവുള്ളവരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ഉടൻ തന്നെ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.